അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു PPT ടോക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ് എഫേർട്ട് ഫോർ സക്സസ് എന്നാണ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ പേര് കേട്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? എന്തോ വിജയിക്കാനുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ? സക്സസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവമാണെന്നായിരിക്കും എല്ലാവരും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ശരിയാണ്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത്, എഫേർട്ട് എടുക്കുന്ന സമയത്ത് മാത്രമേ ഒരു സക്സസ് നമ്മളിലേക്ക് ഉണ്ടാവുന്നുള്ളൂ അല്ലെ? അപ്പൊ ഈ ഒരു സക്സസിന് വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കണം, അതിനെ കുറിച്ചുണ്ട്. അതെങ്ങനെ, എന്തുകൊണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവാനുള്ള കാരണം. വൈ എന്ന ക്വസ്റ്റ്യനിൽ നിന്നാണ്. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം, നമുക്ക് സെഷന് ശേഷം സംസാരിക്കാം കേട്ടോ. നമ്മളെ ഓരോ കാര്യങ്ങളിലും വൈ എന്നൊരു ക്വസ്റ്റ്യന്റെ മുകളിലാണ് ഓരോന്നും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന്മാർ ആ കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ളതും. പണ്ട് ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിള് വീണ സമയത്താണ് എന്ത് ഗുരുത്വാകർഷണ ബലം അല്ലേ അത് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അതേപോലെ നമ്മള് നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് വിജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? നമ്മുടെ മൈൻഡിൽ പല സമയത്തും നമ്മള് എന്താ ദിവാസ്വപ്നം കാണുക, പകൽ സ്വപ്നം കാണുക പറയാം. ആ സമയത്തൊക്കെ നമുക്ക് സക്സസ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. മനുഷ്യന്റെ ലൈഫിന്റെ തന്നെ പർപ്പസ് എന്ന് പറയുന്നത് സക്സസ് ആണ്. സക്സസ് ഫോർ ഹാപ്പിനെസ്, ഹാപ്പിനെസ്സും സക്സസും ഒക്കെ തന്നെയാണ് മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ ഒരു വിജയം എന്തുകൊണ്ട് കുറഞ്ഞ ആളുകളിൽ മാത്രം സക്സസ് വരുന്നു? ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ആ ഒരു ഭൂമിയുടെ ചലനത്തിനൊത്ത് എന്ന് പറയും പോലെ ചലനം പോലെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മരണപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ? അതില് വളരെ കുറഞ്ഞ പേരുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത്. അവര് മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണെന്ന് പറഞ്ഞ പോലെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. ആ കഥ ഓർക്കുന്നുണ്ട്, സംഭവം ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞ ആളുകൾ മാത്രം വിജയത്തിലേക്ക് എത്തുന്നത്? അപ്പം അതിനെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. നാച്ചുറൽ ആയിട്ട് പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് പ്രകൃതി നമ്മളെ എല്ലാ കാര്യത്തിനും സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ ഈ കോൺഷ്യസ് എഫേർട്ട് എടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലോ ഉണ്ട്. അതിന്റെ പേരാണ് ലോ ഓഫ് എൻട്രോപ്പി. ഈ നിയമം എന്താണെന്ന് പറഞ്ഞാല് ഡിസോർഡറിന്റെ ഒരു നിയമമാണ്. ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്ക് നയിക്കുന്ന ഒരു നിയമമാണ് ഈ ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല സക്സസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. ഒന്നോ രണ്ടോ ദിവസം ചെയ്യും, മൂന്നാമത്തെ ദിവസം നമുക്ക് ക്ഷീണാവും, നാലാമത്തെ ദിവസം കുറച്ച് പിന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം നമ്മൾ തുടങ്ങിയത് പോലും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും ഉണ്ടാവും. എന്റേതും നിങ്ങളായിട്ട് എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു നിയമത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെതിരെ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഇങ്ങനെ മുൻകരുതലുകൾ എടുത്ത ആളുകളാണ് സക്സസ് ആയിട്ടുള്ളത്. നമ്മള് ഒരു ഐസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യണം? നമ്മുടെ ഇപ്പോഴത്തെ നമ്മളൊക്കെ ജീവിക്കുന്ന ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, ഒരു കേരളത്തിലെ ഒരു ക്ലൈമറ്റിൽ ഐസ് ആയിട്ട് ഇരിക്കണം, എന്ത് ചെയ്യണം? അതിന്റെ ടെമ്പറേച്ചർ ഉള്ള പ്രത്യേക സ്ഥലങ്ങളിൽ അതിനെ കീപ്പ് ചെയ്യണം അല്ലെ? എന്നാൽ അത് വീണ്ടും അതിന്റെ പഴയ സ്വഭാവമായ നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവമായ വെള്ളം ആവണമെങ്കിലോ ഒരു എഫേർട്ടിന്റെയും ആവശ്യമില്ല. അത് ഐസിനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് മാറ്റി പുറത്ത് വെച്ചാൽ അത് താനേ അതിന്റെ പഴയ അവസ്ഥയായ വെള്ളത്തിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലെ? അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും, പച്ചക്കറികള്. അതേപോലെ ഈ നിയമം പ്രകൃതിയിലുള്ള നിയമമാണ്, നാച്ചുറൽ ആയിട്ടുള്ളത് അതേപോലെ നിലനിർത്തുക. അതേപോലെ മനുഷ്യന്റെ ആയുസാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഈ ഭൂമിയുടെ കറങ്ങലിനനുസരിച്ച്, ഭൂമിയുടെ ചലനത്തിനനുസരിച്ച് ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ അതൊക്കെ എന്താവണം?
ഇല്ലാതാവുകയും വേണം അല്ലെ. മനുഷ്യന്റെ ആയുസ് കഴിയുമ്പോൾ മനുഷ്യൻ മരിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ ഭൂമിയിൽ അലിഞ്ഞു ചേരണം. അതേപോലെ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വരണം. എന്നാല് ഇവിടെ ഐസിന് ഐസായിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനൊരു കോൺഷ്യസ് എഫേർട്ട് കൊടുക്കണം. അതിന് വേണ്ട ടെമ്പറേച്ചർ വേണം, അതിന് വേണ്ട ഫ്രീസർ ആണെങ്കിലോ ഫ്രിഡ്ജ് ആണെങ്കിലോ എന്താണോ അവിടെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇതേപോലെ പല സാധനങ്ങളും നമ്മൾ ചൂടാക്കി സൂക്ഷിക്കുന്നുണ്ട്, ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മളൊരു എഫേർട്ട് എടുക്കണം. അതേപോലെ തന്നെയാണ് നമ്മളെ സക്സസിന് വേണ്ടിയിട്ടും കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം എന്നുള്ളത്. സാധനങ്ങൾ കേടാവാന് പ്രത്യേകമായിട്ടുള്ള ഒരു കെയറിങ്ങും ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിന്റെ അവസ്ഥ. നമ്മുടെ മനസ്സ് താളം തെറ്റണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. മനസ്സ് വറീഡ് ആവണമെങ്കിലോ ടെൻഷൻ ആവണമെങ്കിലോ നമുക്ക് ഫെയിലർ ആവണമെങ്കിലോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. എന്നാൽ നമ്മൾ പവർഫുൾ ആവാന്, നമ്മൾ സക്സസ് ആവാന്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാന്, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവാന്, ഹാപ്പിനെസ് ഉണ്ടാവാന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കൽ നിർബന്ധമാണ്. ഐസിനെ ഐസായിട്ട് നിലനിർത്തും പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് എഫേർട്ടുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ എങ്ങനെ നമ്മളെ മനസ്സ് വെറുതെ ഇരുന്നാല് അത് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, എത്ര വേണമെങ്കിലും കേടാവുകയോ വറീഡ് ആവുകയോ അൺഹാപ്പി സാഡ്നെസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ സക്സസിന്. അത് നമുക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരും. നമ്മൾ ജീവിക്കുന്ന ഈ നാച്ചർ തന്നെ അതിന് കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ ഒരു പേരാണ് പ്രോസസ്സിങ്, സംസ്കരിക്കൽ എന്ന് പറയുന്നത്. ഈ സംസ്കരിക്ക എന്ന് പറയുന്നത് നമ്മള് കഥഫ്ലമൻസക്കാഹ എന്നൊരു വേർഡ് ഉണ്ട് ഖുർആനിൽ വരുന്നത്, ഒരു ആയത്തിന്റെ ഭാഗമായിട്ടുള്ളത്. മനസ്സിനെ സംസ്കരിച്ചവർക്കാണ് വിജയമുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ഈ പ്രകൃതിയും എല്ലാം നമ്മളോട് പറയുന്നതും. നിങ്ങളെ പ്രോസസ് ചെയ്യാൻ തയ്യാറാവാണോ സക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണം ഒരു മൂല്യമുള്ള വസ്തുവാണ് അല്ലെ. എന്നാല് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഗോൾഡിന് വാല്യൂ കുറവാണ്. വാല്യൂ ഗോൾഡ് എന്താക്കുക, അത് പ്രോസസ് ചെയ്ത് ഗോൾഡ് ആക്കി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് ആ റോ മെറ്റീരിയലിന് വാല്യൂ ഉണ്ട്. അല്ലാതെ ഭൂമിയിൽ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ല. എന്നാൽ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഓർണമെന്റ് ആയിട്ട് അത് ജ്വല്ലറികളിൽ എത്തുമ്പം അതിന് വാല്യൂ കൂടുന്നത് പോലെ നമ്മുടെ സക്സസിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് കൊടുക്കണം. ലോ ഓഫ് എൻട്രോപ്പി എന്നത് നമ്മുടെ കോൺഷ്യസ് എഫേർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ വെറുതെ ഇരുന്നാല് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് ലോ എനർജിയിലേക്ക് പോകും എന്നുള്ളത് പ്രകൃതിന്റെ ഒരു നിയമമാണ്. ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ എന്ത് വേണം, ഭൂമിന്റെ ഗ്രാവിറ്റി ഫോഴ്സിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സ് അതിൽ പ്രയോഗിക്കുമ്പോൾ മാത്രമേ ഒരു റോക്കറ്റ് പോകുന്നുള്ളൂ. അതേപോലെ ഈ ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്ന ആ ഒരു നിയമം ഉണ്ടല്ലോ, എന്താണ്, നമ്മള് വെറുതെ ഇരുന്നാൽ നമ്മളെ മൈൻഡ് ലോ ആയി പോകും എന്നുള്ള നിയമത്തിനേക്കാളും ആ ഒരു ശക്തിനെ, ആ ഒരു പെർപ്പസിനേക്കാളും ഹൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺഷ്യസ് എഫേർട്ടിനെ ഹൈ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവും. ഇത് പ്രകൃതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇച്ഛാശക്തിയുള്ള നമ്മളെ മൈൻഡിന്റെ ഒരു ഈ ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു എന്താണ്, പ്രകൃതി നിയമമാണ്. എന്നാല് നമ്മളെ മൈൻഡിന്റെ ഇച്ഛാശക്തിയും നമ്മുടെ മൈൻഡിന്റെ പവറും ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ചതിൽ നിന്നും മനുഷ്യൻ എന്ന ജീവി മറ്റു ജീവിയില്ലാത്ത പല പ്രത്യേക ജീവിയാണ് മനുഷ്യന്. നമ്മൾ ഒരിക്കലും ഈ ഒരു നിയമമൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രകൃതിയിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പോവല്ലേ വേണ്ടിയത്. നമ്മൾ എന്തിനാണ് പ്രകൃതി നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതെന്നെങ്കിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. കാരണം മനുഷ്യന് എന്തുണ്ട്, മൈൻഡ് ഉണ്ട്, മറ്റു ജീവികൾക്കും ഉണ്ട്. എന്നാല് നമുക്കെന്ത്, വിവേക ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ട്. ഈ ഒരു കഴിവ് ദൈവം മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട്
മനുഷ്യൻ എന്താണ് ഇത്രയും കാലങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്? പ്രകൃതി ഉണ്ടായ ആ ഒരു ലോ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള മനുഷ്യനെ അറിയൂലായിരുന്നു. പക്ഷെ അവിടെയും മനുഷ്യന് പോരാടിയ ചരിത്രമാണുള്ളത്. ഏത് അവസ്ഥയിൽ നിന്നാണെങ്കിലും അവര് അവിടുന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ വിൽ പവറും ഈ നമ്മുടെ ബുദ്ധിയും കഴിവും എല്ലാം ഉപയോഗിച്ചിട്ട് പ്രകൃതിയെ മനുഷ്യന്റെ വരുതിയിലാക്കാനാണ് ഓരോ സമയത്തും മനുഷ്യൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഹൈ എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഫുട്ബോൾ കളിക്കുകയാണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. രണ്ട് ടീം ഫുട്ബോൾ ടീമിൽ ഉണ്ടാവല്ലോ. ഒരാള് പെട്ടെന്ന് അത് ഒരു ടീമിൽ നിന്ന് ഒരാള് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ടീം ഫെയിൽ ആവും. ഉറപ്പല്ലേ അല്ലെ? രണ്ട് ടീം വരുന്ന സമയത്ത് അതിൽ ഒരാൾ ആ ഒരു സമയം റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ കോൺഷ്യസ് എഫേർട്ട്, നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കോൺഷ്യസ് എഫേർട്ട് ഈ ലോ ഓഫ് എൻട്രോപ്പിയെക്കാളും മുകളിലാകുന്ന സമയത്ത് നമുക്ക് സക്സസ് വരും. ഇതെപ്പോഴും ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. ഇത് കോൺഷ്യസ് ആയിട്ട് 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്ത്, അല്ലെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ട്, അല്ലെങ്കിൽ ഒരു 21 ദിവസമൊക്കെ ഒരു ഹാബിറ്റ് രൂപപ്പെടുന്ന സമയം നമ്മൾ പറയുന്നത് 21 ഡേയ്സ്, 41 ഡേയ്സ്, 90 ഡേയ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് നിർത്തി കളയുമ്പോൾ അത് നമ്മൾ ലോ ആയിട്ട് താഴേക്ക് പോകും. അത് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് സപ്പോർട്ട് പഴയ തന്നെ ആവും. കാരണം നേച്ചർ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയും പോലെ നമ്മളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഈ ഒരു ആകർഷണ ബലം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് നടക്കുന്നതൊക്കെ ഭൂമിയുടെ ഈ ഒരു ഫോഴ്സ് കൊണ്ടാണ്. അതേപോലെ നമ്മുടെ പ്രകൃതിയിലുള്ള ഈ ഒരു ഫോഴ്സ് വെറുതെ നിൽക്കുമ്പോഴേക്കും നമ്മളെ എന്താക്കും? റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ നമ്മളെ ബ്രെയിനിന്റെ പ്രത്യേകത? നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവം ഉണ്ട്. അത് മെയിൻ ആയിട്ടുള്ള സ്വഭാവം നമ്മളെ മടിയന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ്. മടിയന്മാരാക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ ബ്രെയിന് നമ്മൾ വർക്ക് ചെയ്യുമ്പോ എനർജി ലോസ് ആവും. ബ്രെയിനിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് എനർജി സേവിങ് എന്നത്. അപ്പൊ ഈ ഒരു എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ നമ്മളോട് അറിയും, നീ വർക്ക് ചെയ്യണ്ട, ഓക്കെ അവിടെ തന്നെ നിന്നോ. അങ്ങനെയാണ് നമുക്ക് ഒരു ഹാബിറ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇല്ലേ? നമ്മളൊരു ഫസ്റ്റ് 1, 2, 3, 4 വരെയൊക്കെ പോകും. 5ാമത്തെ ദിവസം ഇതിപ്പോ 4 ദിവസമായിട്ട് എനിക്ക് വലിയൊരു മാറ്റമൊന്നും ഇല്ലല്ലോ, അന്ന് നമ്മള് ചിലപ്പോ എന്നാലും വേണ്ടിയില്ലാന്ന് വിചാരിച്ച് ചെയ്യും. പിന്നെ 2 ദിവസമൊക്കെ കഴിയുന്നേരം ഇതൊക്കെ വെറുതെ ആടെന്ന് വിചാരിച്ച് നമ്മൾ നിർത്തും. അങ്ങനെ നിർത്തിപ്പോലെ പല കാര്യങ്ങളും. അല്ലാതെങ്ങാനും നമുക്ക് ഇതില്ലാത്തൊരു സംഭവമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ സക്സസ് ആയില്ലേ? ഇതിനെന്തെങ്കിലും എഫേർട്ട് ഉണ്ടോ? ഇല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മടിയന്മാരൊക്കെ നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോ, റെസ്റ്റ് എടുത്തോ, ഉറങ്ങിക്കോ, പ്രശ്നമല്ല എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നാൽ ആ ഒരു അതിനേക്കാളും വിൽ പവർ ഉണ്ട് എന്തിന്? നമ്മുടെ മൈൻഡിന്. ആ ഒരു വിൽ പവർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സക്സസ് ആവുകയും ചെയ്യും. ഈ വിൽ പവർ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഉള്ള നമ്മുടെ ബ്രെയിനിന്റെ ഈ ഒരു പ്രശ്നത്തിന് നമ്മളെ മൈൻഡിനുള്ള സൈക്കോളജിക്കലി ആയിട്ടുള്ള ആ മൈൻഡിന്റെ വിൽ പവർ കൊണ്ട് നമ്മൾ എപ്പോഴാണോ ഫെയിൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ സക്സസ് ആകും. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ലോ ഓഫ് എൻട്രോപ്പിയോടും ആന്റി നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് വിൽ പവർ ഉപയോഗിക്കുന്ന സമയത്ത് പ്രകൃതിയുടെ ആ പ്രാകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ എന്താ കാലചക്രം ഉരുള എന്ന് പറയും പോലെ ആ ഉരുളയിൽ തന്നെ പോകുന്ന രീതിയിലാകുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? അങ്ങനെ തന്നെ പോവും. എന്നാല് നമ്മള് മനുഷ്യന്മാര് അതില് മറ്റ് നിയമങ്ങളെക്കാളൊക്കെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ എഫേർട്ട് എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് സക്സസ് ഉണ്ടാവും. എന്നാൽ ഈ നിയമം ശരിക്കും പ്രകൃതി വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതല്ലേ?
എന്തിനാണ് പ്രകൃതി നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നുണ്ട്, കുടിക്കാൻ വെള്ളം തരുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണം തരുന്നുണ്ട്. പിന്നെന്തിനാ നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യം എടുത്ത് എഫേർട്ട് എടുക്കേണ്ട ആവശ്യം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പം അതിനുള്ള ഒരു മറുപടിയാണ്, നമ്മൾ ഒരിക്കലും നാച്ചുറൽ അല്ല. പ്രകൃതിക്ക് ഇണങ്ങിയല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് വസ്ത്രം ഇല്ലായിരുന്നു, നമ്മൾ വസ്ത്രം ധരിക്കുന്നില്ലേ? വാഹനം ഉപയോഗിക്കുന്ന പ്രകൃതി നിയമമാണോ? അല്ല, വാഹനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ അതേപോലെ തന്നെ പ്രകൃതിയുടെ നിയമം, നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സ് അല്ല നമ്മൾ കഴിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മസാല കൂട്ടുകളും നമ്മുടെ വെറൈറ്റി രുചികളും ആക്കിയിട്ട് പാകം ചെയ്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ പ്രകൃതി നിയമം എന്താണ്? പ്രകൃതിയിലുള്ള വെള്ളം കുടിക്കുക, പ്രകൃതിയിലുള്ള ഭക്ഷണം കഴിക്കുക. മറ്റ് ജീവജാലങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നാല് മനുഷ്യൻ അതിന് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു ഒഴുക്കിന് എതിരായിട്ട് നീന്തലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഈ നിയമങ്ങളുണ്ട് പ്രകൃതിക്ക്. നമ്മുടെ മൈൻഡിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ ബ്രെയിൻ അല്ല, നമ്മുടെ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട്, നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ ഒരു മടിയായിട്ടുള്ള സ്വഭാവമൊക്കെ വരുന്നുണ്ട്. എന്നാൽ അതിനെതിരായിട്ട് അതിനെതിരായിട്ട് നീങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ആത്മസംഘർഷം ഉണ്ടാവും. അവിടെ നമ്മൾ ഒരുപാട് എനർജി സേവ് ചെയ്യേണ്ട, എഫേർട്ട് എടുക്കേണ്ടി വരും. ഇതിനൊക്കെ റെഡി ആയിട്ടുള്ളവർ ആരാണോ അവർക്കുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കരുത്ത് ഉപയോഗിക്കേണ്ടി വരാം. അതേപോലെ നമ്മൾ കുറച്ച് മൈൻഡ് കുറെ പ്രശ്നങ്ങളും നമുക്ക് കുറച്ച് സംഘർഷങ്ങളൊക്കെ മൈൻഡിൽ വരാം. പക്ഷെ അത് പിന്നെന്താവും? ശീലായിക്കോളും. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഇതുകൊണ്ടാണ് എനിക്ക് മടി ഉണ്ടാവുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യം നാളത്തേക്ക് മാറ്റി വെച്ച് പോകുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യാന്ന് വിചാരിച്ച് നിർത്തി വെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം അല്ലെ? ആ ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ നമ്മൾ തുടങ്ങണം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് വരും, അത് നമ്മൾ എന്നാണോ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്, ആ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് സക്സസ് ഉണ്ടായി വരും എന്ന് പറയുന്നത്. പ്രകൃതിയുടെ ലോ ഓഫ് ആൻട്രോപ്പിയും നമ്മുടെ ബ്രെയിനിന്റെ ലാസി റൂളും എല്ലാം മറികടക്കുന്ന സമയത്ത് നമുക്ക് സക്സസ് ഉണ്ടാവും. മനുഷ്യന്റെ ഒരു ലൈഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമായിട്ടിരിക്കാനാണ്. ഒരു കാര്യവും ചെയ്യാതെ സുഖമായിട്ട് ഒരു എഫേർട്ടും ചെയ്യാതിരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ മനുഷ്യന്റെ പ്രകൃതിദത്തമായ ഒരു രീതിയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നതാ. എന്നാൽ മനുഷ്യൻ എന്ന ജീവിനെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ച സമയത്ത് അവൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വിവേക ബുദ്ധി കൊടുത്തിട്ടുണ്ട് അല്ലെ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ മടി പിടിച്ചിരിക്കാനാണോ? ഒരിക്കലും അല്ല. പ്രാകൃത കാലം മുതലുള്ള മനുഷ്യന്മാര് നമുക്ക് കാണിച്ചു തന്നതും സക്സസ് ആയിട്ടുള്ള പേഴ്സൺസ് നമ്മൾ കാണിച്ചു തന്നതും പോരാട്ടമാണ് മനുഷ്യന്റെ വിജയം എന്നുള്ളതാണ്. കാരണം പോരാടിയിട്ടാണ് മനുഷ്യൻ ഓരോന്നും നേടിയെടുത്തിട്ടുള്ളത് അല്ലെ? പ്രകൃതിയിൽ ഉണ്ടായിരുന്ന ആദിമ മനുഷ്യന്മാര് ഗുഹാവാസികളായിരുന്നു. അവരവിടുന്ന് എന്താ ചെയ്തിട്ടുള്ളത്? ആദ്യം അവര് വെറും ഗുഹയിലും താമസിച്ചിട്ടുണ്ടല്ല, പിന്നെ അവര് ഗുഹയിലേക്ക് ഷെൽട്ടർ ചെയ്ത്, പിന്നെ അവര് മൃഗങ്ങളെ വേട്ടയാടി കഴിച്ചു, പിന്നീട് ചുട്ട് കഴിച്ചു, പിന്നീട് അവര് വീടുണ്ടാക്കി, പിന്നീട് അവര് കൃഷി ചെയ്യാൻ തുടങ്ങി, പിന്നീട് അവര് കുടുംബമായിട്ട് ജീവിക്കാൻ. ഇങ്ങനെ മനുഷ്യന്റെ ചരിത്രം തന്നെ നോക്കുന്ന സമയത്തും ഓരോന്നും അവന്റെ ബുദ്ധിയിലും എഫേർട്ടിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. സോ മനുഷ്യന്റെ ലൈഫ് സിസ്റ്റം എന്ന് പറയുന്നത് പോരാട്ടമാണ്. ആ പോരാടുന്നതിൽ ഒരു സുഖം കണ്ടെത്തലാണ്. അതിനെ സുഖമായിട്ട് എടുക്കുന്നവര്, ആ മനുഷ്യന്റെ മൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിലാക്സ് മോഡൽ സിസ്റ്റം തന്നെയാണ്. പക്ഷെ ആ റിലാക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സക്സസ് കൂടാണ് മനുഷ്യന് റിലാക്സ് കിട്ടുന്നത്. നമ്മളെ ഡെയിലി ലൈഫിലേക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യല്ലേ? ഒരു ദിവസമൊക്കെ നമ്മൾ വിചാരിക്കും കുറെ പണികളൊക്കെ ഉള്ളപ്പോ എനിക്കൊന്ന് ഫ്രീ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കായിരുന്നു. അങ്ങനെ നമ്മൾ 1, 2, 3 ദിവസം ഈ റെസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് മടുപ്പ് വരും.
എന്നാൽ ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങള് ഒരു സക്സസ് നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു വിജയം നമ്മൾ നേടിയെടുത്താൽ ഒന്നുമില്ല, നമ്മൾ പുതുതായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചാൽ കൂടുതൽ ഇതിൽ ലേഡീസ് ആണുള്ളത്. അപ്പൊ നമ്മൾ എവിടുന്നേലും ഒന്ന് കഴിച്ച് നല്ലൊരു ഫുഡ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയാൽ അതിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ലേ? അത് സക്സസ് ആയി, നല്ല ടേസ്റ്റ്, വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ നമ്മുടെ വിജയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? റിലാക്സ് കണ്ടെത്തണം. ആ റിലാക്സേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ്. ആണെങ്കിലും ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിലും നമ്മൾ സക്സസുകൾ ഉണ്ടാക്കിയെടുക്കണം. സക്സസുകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ലോ ഓഫ് എൻട്രോപ്പി, ലാസി റോള്, ഇതൊക്കെ മറികടന്നിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് എന്നും ഇത് നിലനിൽക്കുന്നുള്ള നമ്മൾ വിചാരിക്കരുത്. കാരണം ഒരു ദിവസം കുളിച്ചാല് ജീവിതകാലം മുഴുവൻ കുളിച്ചത് പോലാവോ? ഇല്ല. അതേപോലെ ഒരു ദിവസം നമ്മൾ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഫുഡ് കഴിച്ച് പിന്നെ ഒരാഴ്ചത്തേക്ക് ഫുഡ് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലല്ലോ. അതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന എഫേർട്ടുകൾ നിർത്താൻ സക്സസ് എന്ന് പറഞ്ഞ എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു എഫേർട്ടുകൾ നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പൊ നമ്മൾ നമ്മുടെ എനർജി ലോ ആയിട്ട് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എങ്ങനെ പോലെ നമ്മൾ ഒരു ദിവസം കുളിച്ചാല് ജീവിതകാലം മുഴുവൻ കുളിച്ചതുപോലെ ആകുന്നില്ല. അതേപോലെ ഒരു ദിവസം ഫുഡ് കഴിച്ചാൽ എന്നും ഫുഡ് കഴിച്ചതുപോലെ ആകുന്നില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു 21 ദിവസത്തെ ഒരു മെഡിറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ 21 ദിവസത്തെ ഒരു സക്സസിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത്, 41 ദിവസം ചെയ്ത്, 90 ദിവസം ചെയ്ത്, അങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് ഇനി എന്റെ ലൈഫ് സക്സസ് ആന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ എപ്പോൾ മുതലാണോ എഫേർട്ട് എടുക്കാൻ തുടങ്ങുന്നത്, അത് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ്. നമ്മൾ അറിയുന്നുണ്ട് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ശക്തി നമ്മളെ അടുത്തുണ്ട്. അതല്ല, അതിനെ മറികടന്നിട്ട് ഞാൻ ഈ സക്സസിലേക്ക് എത്തുന്ന സമയത്ത് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുള്ളതും എനിക്ക് റിലാക്സ് കിട്ടുന്നുള്ളതും ഈ റിലാക്സ് എന്നെ സക്സസിലേക്ക് എത്തിക്കുന്നുള്ളതും മനസ്സിലാക്കിയിട്ട് നമ്മളെന്നും ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയേണ്ടത് മാത്രമാണ് സക്സസ്. അപ്പം ഇത് വിജയം എന്ന് പറയുന്നതും പെർമനന്റ് അല്ല. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് നമ്മുടെ ടൈം, ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ മാത്രമേ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതില് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ അറിവ് നേടുക എന്നുള്ളത്. എഫേർട്ട് വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ബിലീഫ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക. പണ്ടിന്റെ വല്യാപ്പ അങ്ങനെയും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ഒരു അറിവും വെച്ച് നമ്മളൊന്നും ഇരിക്കരുത്. നമ്മൾ പഠിക്കണം, പഠിക്കുന്നത് ശരിയായ രീതി, ശരിയായ ഉറവിടത്ത് നിന്നാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തായാലും നമ്മുടെ ബിലീഫ് സിസ്റ്റങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുള്ള അല്ലെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ളതുമായ ബിലീഫ് സിസ്റ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്തേയിരിക്കും. അതേപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പവർഫുൾ ആയിരിക്കാം. പവർഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ എന്ന് പറയുന്നത് ആക്ഷൻ അവസാനിപ്പിക്കാതിരിക്കാം. പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുക, കർമ്മനിരതരായിട്ടിരിക്കാം. ജയം നമ്മളെ തേടി വരും. ജയം എന്നത് ഒരിക്കലും അവസാന വാക്കല്ല, എന്നേക്കുള്ളതും അല്ല, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് അല്ലെ. പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം നോട്ട് ബെഗർ, ബിഗർ ആവാം. ബിഗർ ആവാൻ വേണ്ടിയിട്ട്
പൊരുതേണ്ടടുത്ത് പൊരുതണം, നമുക്ക് ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കണം, ആറ്റിറ്റ്യൂഡ് പവർഫുൾ ആക്കിയിരിക്കണം, പിന്നെ ബിലീഫ് സിസ്റ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ഓരോ പുതിയ അറിവുകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. അപ്പം കോൺഷ്യസ് എഫേർട്ട് ഫോർ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്താല് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു വിൽ പവർ എനിക്കുണ്ട് എന്നുള്ളത് വിശ്വസിച്ചിട്ട്, അത്രയും കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സക്സസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്.